ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഒരു 3 ബീട്രൂട്ട് തോരന് വേണ്ടി ഒരു 3 ബീട്രൂട്ട് എടുത്ത് കഴുകി വൃത്തിയാക്കി തൊലി ചെത്തിയെടുക്കുക. തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം നമുക്കിതെല്ലാം ചോപ്പറിലിട്ടാണ്ടാണ് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുന്നത്. എന്നാൽ പെട്ടെന്ന് പണി തീരും. കിച്ചണിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഇത് കേട്ടോ. പെട്ടെന്ന് പണി തീരും. ഇതാ ഇതുപോലെ കിട്ടും. അങ്ങനെ നമ്മൾ 3 എണ്ണം അത്യാവശ്യം വലുതായതുകൊണ്ട് 2-3 ബാച്ചായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട്, പച്ചമുളക് എന്നിവ ചേർത്ത് അതുപോലെ തന്നെ ഒരു സവാള കട്ട് ചെയ്തതും ഇട്ട് കുറച്ച് ഉപ്പും ചേർത്ത് മൂടി വെച്ച് ചെറിയ സിമ്മിലായിട്ട് വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ്. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അതുപോലെ തന്നെ നമ്മളൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്താൽ തോരന് ഭയങ്കര ടേസ്റ്റാണ്. വേവിച്ചെടുത്താൽ നമ്മുടെ സ്പെഷ്യൽ ബീട്രൂട്ട് തോരൻ റെഡിയായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.